മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പ്രദേശവാസികളുടെ അവകാശം സംരക്ഷിക്കുമെന്ന് സർക്കാരിന്റെ ഉറപ്പ്. മുനമ്പം സമരസമിതി നേതാക്കളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരാമർശവും യോഗത്തിൽ ചർച്ചയായി. സേഫ് സെല്ലാബ്ദീൻ വിവരങ്ങൾ നൽകും. സേഫ്, എന്താണ് ഇന്നത്തെ യോഗത്തിൽ ഈ മുനമ്പം ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനങ്ങൾ? സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം. അത് ഇന്ന് മുഖ്യമന്ത്രി സമരസമിതി നേതാക്കളുമായി ചർച്ച നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് ചില കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തു. അതിനകത്ത് മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കും എന്ന ഉറപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരസമിതി നേതാക്കൾക്ക് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ആ യോഗത്തിൽ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഉറപ്പ് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് അത് സംസ്ഥാന സർക്കാർ പൂർണ്ണതോതിൽ അംഗീകരിക്കും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിലും പറയുന്നത് സമാനമായ കാര്യം തന്നെയാണ്. അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവർക്ക് ഭൂമിക്ക് അവകാശമുണ്ടെന്നുണ്ടെങ്കിൽ ആ അവകാശം സംരക്ഷിച്ച് നൽകുക എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. അത് ആ സംസ്ഥാന സർക്കാർ അംഗീകരിക്കുന്നു എന്ന് വിളിച്ച യോഗത്തിൽ പറയുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം ഒരു പരാമർശം നടത്തിയിരുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നുള്ള പരാമർശം അത് ഭയങ്കര അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. ആ വിഷയവും ചർച്ചയായി. പക്ഷെ അത് ഒരു പരാമർശം ഉത്തരവായി പോയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ സംസ്ഥാന സർക്കാർ വിളിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അനുകൂല വിഷയമായിട്ട് അതിനെ അവർ കണക്കാക്കി. മുനമ്പത്തുകാരുടെ അവകാശം സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകുമ്പോഴും കോടതിയിൽ നിന്നൊരു പരാമർശം എന്ന രീതിയിൽ മാത്രമേ അതൊരു ഉത്തരവായി കാണാൻ നമുക്ക് കഴിയുകയില്ല. അപ്പോൾ ഈ റവന്യൂ അവകാശങ്ങളൊക്കെ പുനഃസ്ഥാപിക്കുന്നതിലേക്ക് വളരെ വേഗത്തിൽ കടക്കാൻ കഴിയുമോ സർക്കാർ? ഇനിയും ഒരുപാട് നൂലാമാലകളില്ലേ? അതിനകത്ത് ആ നൂലാമാലകളുമായി ബന്ധപ്പെട്ടാണ് ദിവ്യ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മുഖ്യമന്ത്രി ഇന്ന് യോഗത്തിൽ പറഞ്ഞത്. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചുകൊണ്ട് അതിനകത്തൊരു ഉത്തരവ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവായി മാറും. അതായത് സംസ്ഥാനത്തെ ഒരു നിയമമായി അത് മാറും. അത് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവിറക്കുമ്പോൾ അത് ഉത്തരവായി മാറും. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഉത്തരവിനെ അംഗീകരിക്കും അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിനെ അംഗീകരിക്കും എന്ന് പറയുന്നത്. ആ നൂലാമാലകളെ മറികടക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇത് വ്യക്തമാക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വാക്കാലുള്ള പരാമർശം അത് മുനമ്പത്തെ വഖഫ് ഭൂമിയല്ല എന്നുള്ള ഒരു വാചകം അത് അനുകൂലമായിട്ട് എടുക്കുന്നതിനൊപ്പം തന്നെ ഉത്തരവിറക്കിക്കൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും അത് വേഗത്തിൽ തന്നെ ഉത്തരവ് പുറത്തിറങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. ദിവ്യ, മുനമ്പം സമരസമിതി നേതാക്കൾ തന്നെയായിരുന്നല്ലോ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയത്. മറ്റാവശ്യങ്ങൾ എന്തെങ്കിലും ഉയർന്നു വന്നിരുന്നോ ഇക്കാര്യത്തിൽ? ആശങ്കകളോ മറ്റോ? അവരുടെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക അവിടുന്ന് കുടിയിറക്കപ്പെടുമോ എന്നുള്ള ആശങ്കയാണ് അവർ പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെട്ടത്. പക്ഷേ സംസ്ഥാന സർക്കാർ പറയുന്ന കാര്യം ഇന്നത്തെ നമുക്ക് ലഭിക്കുന്ന വിവരം ഒരു മനുഷ്യനെയും അവിടെ താമസിക്കുന്ന ഒരു മനുഷ്യനെയും അവിടെ നിന്ന് ഇറക്കി വിടില്ല, അങ്ങനെ ഒരു ആശങ്ക നിങ്ങൾക്ക് വേണ്ട എന്നുള്ള നിലപാട് ഇന്നത്തെ യോഗത്തിൽ ആവർത്തിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവർക്ക് ഒരൊറ്റ ആശങ്കയുള്ളൂ, അവിടെ നിന്ന് കുടിയിറക്കപ്പെടുമോ, ഞങ്ങൾക്ക് ആ ഭൂമി നഷ്ടപ്പെടുമോ, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പോകേണ്ടി വരുമോ എന്നുള്ള ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് സംസ്ഥാന സർക്കാർ ഇന്നത്തെ യോഗത്തിൽ നൽകിയിട്ടുണ്ട്. ദിവ്യ.